എ വിഭാഗത്തിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ട് എ വിഭാഗത്തിൽ നിന്ന് ലോഗോസ് പ്രതിഭയായത് മെറ്റിൽഡ ആയിരുന്നു അല്ലേ? മെറ്റിൽഡ ഇപ്പം എന്ത് ചെയ്യുന്നത്? ഞാൻ പ്ലസ് ടുവിൽ എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അന്ന് ലോഗോസ് പ്രതിഭയായത്? 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതെ, എങ്ങനെയുണ്ട് അന്നത്തെ കാര്യം ഓർക്കുന്നുണ്ടോ? 2ാം ക്ലാസ് മുതലാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. 5ലാണ് ഞാൻ പ്രതിഭയായത്. അപ്പോൾ ഒക്കെ എനിക്ക് സ്കൂളിലത്തെ പഠിച്ചില്ലെങ്കിൽ പോലും ബൈബിള് പഠിക്കുമ്പോൾ അതൊക്കെ എനിക്ക് തന്നെ കിട്ടിയായിരുന്നു. അതൊക്കെ വലിയ അനുഭവമായിരുന്നു. നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയം ദൈവം നമുക്ക് തിരിച്ചു തരുന്ന എനിക്കതിലൂടെയൊക്കെ നല്ലോണം മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷവും ബൈബിള് വായിക്കലും പഠിക്കലൊക്കെ തുടർന്നായിരുന്നു? ഇപ്പോഴും പരീക്ഷ എഴുതാറുണ്ട്. പിന്നെ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റാറില്ലല്ലേ ഇത് ഞങ്ങളുടെ രൂപതയിൽ നിന്ന്? ഓക്കെ, അതിനുശേഷം പിന്നെ വരുന്നത് അല്ലേ ആ ഒരു നമ്മൾ ജിസ്മോൻ്റെ ഒരുപാട് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലൊക്കെ ഒരുപാട് നിറഞ്ഞിരുന്നു. പിന്നീട് മെറ്റിൽഡയ്ക്ക് ശേഷം എ ഗ്രൂപ്പിൽ നിന്ന് ഒരു ലോഗോസ് പ്രതിഭ, അത് ജിസ്മോനായിരുന്നു. ജിസ്മോനെ എന്തു പറയുന്നു? കഴിഞ്ഞ പ്രാവശ്യം ജൂറിയൊക്കെ ആയിട്ട് ജിസ്മോൻ ഉണ്ടായിരുന്നു, പറഞ്ഞു. 2023 മുതൽ ഞാൻ പരീക്ഷ എഴുതാൻ തുടങ്ങിയതാണ്. 2023 മെഗാ ക്വിസ് വരെ എത്തിയെങ്കിലും പ്രതിഭയാവാൻ സാധിച്ചില്ല. എന്നാൽ ദൈവഹിതം അതല്ലായിരുന്നു. 2024 പ്രതിഭയാവുക എന്നതായിരുന്നു ഈശോയുടെ ഇഷ്ടം. അപ്പോൾ 2024 പ്രതിഭയായി. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ കോതമംഗലം രൂപതയിൽ നിന്നാണ് ഞാൻ വരുന്നത്.